സൂചേട്ടാ, ഞാനൊരു നെക്കിന് കോയമ്പത്തൂർ ലൈസൻസ് കിട്ടുമെന്ന് നോക്കട്ടെ. എൻ്റെ പൊന്നു പാച്ച ദൈവത്തോർത്ത് ഈ പോലീസിനെ വിളിച്ചിട്ട് വരല്ലേട്ട നീ. പോലീസൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഞാനൊന്ന് ബുള്ളറ്റ് എടുത്തിട്ട് പോവല്ലേ? എന്തിനാടാ ബസ്സിനോ എഴുതി ബസ്സിനോട്ടോ? ശരി പോ. ചത്തല് കൊടുക്കരുത് ചേട്ടാ, എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. അവന്റെ ഒരുപാട് പണിയുണ്ട്. ഹലോ ഹലോ, എന്ത് ചെയ്യാ? ഞാൻ വീട്ടിൽ നിന്ന് കടയിൽ പോവാ. ഞാൻ കുളിക്കാൻ പോവാണേ. ഒരു കുളിയുണ്ട്. അതെ, പൊട്ടിച്ച പൂച്ചട്ടിയുടെ കാശ് തന്നിട്ട് പോയാൽ മതി. 2 ചട്ടി പൊട്ടിച്ചിട്ടുണ്ട്. കാശം തരാ, ഞാനോരെ പൊട്ടിച്ചോളൂ. മറ്റേ വേറൊരു ഒരാളെ പൊട്ടിച്ചത്. ഹൈ ബ്രോ. ബ്രോയാ നിന്റെ അടിച്ച് പൊള്ളിക്കോട്ടെ. ചെറിയട്ടാ നിങ്ങളുടെ കളിക്കാൻ വൈറ്റോടെ കൈ വലിച്ച് പൊട്ടിക്കും. ഞാൻ എന്റെ യൂണിഫോം കിട്ടും. നീ അവിടെ പോയിരിക്കും മര്യാദ. ഹലോ, അനീഷേട്ട എവിടെയാ? ഞാൻ കടയിലാ. ഇല്ല മോളെ, ഒരു 3-4 പേരുടെ ഉള്ളൂ. എന്താ ഇട്ടേക്കുന്ന്? ഞാൻ ഷട്ടർ ഇട്ടു. പിന്നെ തരട്ടാ. കുപ്രസിദ്ധ ക്രിമിനൽ തങ്കു അറസ്റ്റിൽ. താറാവ് കറി വാങ്ങാൻ ഷാപ്പിൽ ബോട്ട് അടുപ്പിച്ചപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റോഡ് കടത്തിയതിനു ശേഷം തൊട്ടടുത്ത കായലിൽ ഒരു ബോട്ടിലായിരുന്നു തങ്കുവിന്റെ താമസം. ക്രിമിനൽ ലൈഫ് ഉപേക്ഷിച്ച് യൂട്യൂബറായി ജീവിക്കാൻ തുടങ്ങിയിരുന്ന തങ്കുവിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധം തന്നെ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം വരുമ്പോ, മനസ്സ് കൈവിട്ടു പോകുമെന്ന് തോന്നുമ്പോ ചെയ്യേണ്ട എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. ചെയ്തോളൂ. എന്താ സുഖം, ഒരു ആത്മാർത്ഥത കുറവ്? നാളെ പോകുന്നതുകൊണ്ടാണോ? എനിക്കിപ്പ അത്രക്ക് വിഷമമൊന്നുമില്ല. എന്നാ നീ 4 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. അയ്യോ, സൂചേട്ടാ, സർട്ടിഫിക്കറ്റാണ് കയ്യിരിക്കുന്നത്. അത് വലിച്ചു കയറി ആ നായൻ്റെ മോൻ വിദ്യുതിൻ്റെ അണ്ണാക്കി വെച്ചോട്. സൂചേട്ടാ, അവൻ വണ്ടി ഇടിച്ച് മരിച്ചതെന്ന് പറഞ്ഞ അവർ കേസ് ക്ലോസ് ചെയ്തു. വേണ്ട ലൈസൻസ്. ചേട്ടാ, എന്താ ഒരു സന്തോഷമില്ലാത്ത? പോവാടാ. എന്നാ പോവാം. പിടിച്ചോ. ഡോ, എന്താടാ തന്റെ ബുൾഗാന്റെ ഇടയിലുള്ള നാക്കോട്ടല്ലോ, അത് വലിച്ചാൽ താഴെ ഇടും. ഞാൻ പോയിട്ട് വരട്ടോ. പോയിട്ട് വാ.
ഇതെന്താ സൂചേട്ടാ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ? ഇനി മുതൽ സുഖു നാട്ടുകാരുമ്പിൽ ഭ്രാന്തനാടാ. സാധാരണ ഗുണിതം സാധാരണ ഘടകം വിപരീത സംക്രിയാക്രമം ഒടുവിൽ ഹരണഫലം തെറ്റി. ക്ഷിപ്ര ആൾ ക്ഷിപ്രാതിഹരിതം സങ്കലനം വ്യവകലനം എല്ലാം തെറ്റി 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 തെറ്റി. സംഭ്രമം പരിഭ്രമം സകലതും തെറ്റി. ക്രമം അക്രമം പരാക്രമം സമനില തെറ്റി. വേണ്ട ഏട്ടാ, എനിക്ക് അവനെ ഇനി അങ്ങനെ കാണാൻ പറ്റുകയില്ല. എൻ്റെ മനസ്സിൽ അവൻ്റെ ഒരു മുഖമുണ്ട്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഇങ്ങനെ വിഷമിക്കില്ല അനിതേ. ഒരു മാനസിക രോഗിയുടെ അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാവും. അതെന്താ നിങ്ങളുടെ മോന് വട്ടണ്ട? ഇല്ലില്ല, അത് അവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു? ഏത് കടയിൽ നിന്നാ കറണ്ട് കടന്ന് മേടിച്ച്? ആ നാരുടെ കടകളിൽ മൊത്തം മുഴുവാ. അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു. സാരല്ല ചെല്ല്. കണ്ടിട്ട് വരാം. കൊച്ചിനൊന്നും കൊണ്ടുവരാതെ വന്നെന്താ? കൊണ്ടുവരാം. ഇനി വരുമ്പോ ആട്ടെ. അമ്മച്ചി ഒരാപ്പിളും കൂടി തരട്ടെ? വേണ്ട. വിളിക്കണോ? വേണ്ട, റെസ്റ്റ് ചെയ്തോട്ടെ. ഇറങ്ങാം. ഇതാരാ? സൂചേട്ടാ, നിങ്ങളിങ്ങനെ വീടിൻ്റെ അകത്ത് കയറി ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. എടാ ഞാനൊന്നും ഇല്ലടാ പുറത്തോട്ട്. ആൾക്കാരൊക്കെ ഒരുമാതിരി നോട്ടവും വർത്താനവും ഒക്കെയാണ്. വയ്യടാ. നീ പോക്കോ, ഞാനില്ല. ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി പഴയ പോലെ എല്ലാവരോടും ഇടപഴകുമ്പോൾ ഇതെല്ലാം നോർമലാവും. ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റ് റെഡിയാവും. ഞാൻ താഴേക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് ബുള്ളറ്റും കൊടുത്തുണ്ടോ? ഞാൻ താഴെ കണ്ട് റെഡിയായിട്ട് പറഞ്ഞേ. ആ നമുക്ക് തോന്നണ്ട എനിക്ക് ഭ്രാന്തുണ്ടെന്ന്. പറഞ്ഞ എന്റെ പൊന്നു മോനെ, നിനക്കൊന്നുമില്ല. അമ്മക്കറിയാം അമ്മയുടെ പൊന്നു മോനെ ഒന്നുമില്ല. അമ്മ രാജപ്പൻ വൈദ്യരോട് പറഞ്ഞിട്ടുണ്ട് കിഴി പിടിക്കാൻ. അത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും മോനെ. രാജവൈദ്യരെ കിണ്ടി നിങ്ങളുടെ കെട്ടിടം കൊടുക്ക് സുജിത് കുമാറിന്.